गुड मॉर्निंग एवरीबॉडी। हमने पिछले क्लास में जो पढ़ा है उसे याद किया आप लोग हमने? ठीक है, बेला और सागल के बारे में। ठीक है मैम, आगे के अनुच्छेद में हम जा देंगे। ठीक है, देखो गणित के मठ साहब सुरेंद्र जी का पीरियड खेलकंडी के बाद आता था। बच्चे उनसे कांपते थे और खेलकंडी बंद होने से 2 मिनट पहले ही अपने अपने जगहों पर आकर बैठ जाते थे। सुरेंद्र जी मठ साहब इसी पीरियड में कॉपी जांचते थे। सरासी गलती पर बच्चों को इधर उधर फेंक देते थे या छापट मारने लगते थे। उनका हाथ चलना शुरू होता तो रुकना भूल जाता था। यही है दूसरा अनुच्छेद। देखिए ना, गणित के मठ साहब सुरेंद्र जी का पीरियड खेलकंडी के बाद आता था। गणित के मठ साहब वहाँ एक गणित अध्यापक थे, उनका नाम दूध सुरेंद्र जी। गणित अध्यापक, उन्हें सारे लड़के हम सारे विद्यार्थी बहुत डर से देखते थे। भयंकर പേടിയായിരുന്നു, ഭയമായിരുന്നു അദ്ദേഹത്തെ। गणित के मठ साहब सुरेंद्र जी का पीरियड खेलखंडी के बाद जाता था। खेलखंडी മീൻസ് എന്താ? ഡ്രിൽ പീരീഡ്, കളി ആ സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്ക് ഈ മാത്സ് അധ്യാപകൻ്റെ ക്ലാസ് വരുന്നത്. ബच्चे उनसे कांपते थे, കുട്ടികൾക്ക് അദ്ദേഹത്തെ ഭയങ്കര പേടിയായിരുന്നു, ഭയമായിരുന്നു. അദ്ദേഹത്തെ കാമ്പന മീൻസ് വിറയ്ക്കുക എന്നാണ്. बच्चे उनसे कांपते थे और खेलखंडी बंद होने से 2 मिनट पहले ही, ഈ ഡ്രിൽ പീരീഡ് തീരുന്നതിന് 2 മിനിറ്റ് മുന്നേ തന്നെ കുട്ടികൾ എന്ത് ചെയ്യും, अपने जगहों पर आकर बैठ जाते थे। तंगड़ा क्लासुകളിലേക്ക് അവർ വന്ന് ഇരിക്കും। सुरेंद्र जी मठ साहब इसी पीरियड में कॉपी जानते थे। ये सुरेंद्र जी, ये गणित अध्यापक, उसने उसी समय कॉपी जांचते थे। कॉपी जांचना मीन्स जांचना പരിശോധിക്കുക। കോപ്പി ജാഞ്ചേ കുട്ടികൾ എഴുതിയ ഈ കോപ്പി മറ്റു കാര്യങ്ങളും എല്ലാം വർക്കെല്ലാം നോക്കുന്നത് ഈ പീരീഡായിരുന്നു। സരാസി ഗലത്തി पर, ചെറിയ ഗലത്തി തെറ്റ്, കൊച്ചു തെറ്റുകൾക്ക് പോലും സരാസി ഗലത്തി पर बच्चों को इधर उधर फेंक देते थे। കുട്ടികളെ इधर उधर फेंक देते थे। फेंकना മീൻസ് എറിയുക, വലിച്ചെറിയുമായിരുന്നു। യാ ചപ്പട്ട് മാറനെ लगते थे। അതല്ല എങ്കിൽ ചപ്പട്ട് മാറന മീൻസ് എന്താണ്? കൈകൊണ്ട് അടിക്കുക, ഭയങ്കരമായിട്ട് അടിക്കുകയും ചെയ്യും। ചപ്പട്ട് മാरते थे। उनका हाथ चलना शुरू होता तो रुकना भूल जाता था। അദ്ദേഹം അടിക്കാൻ തുടങ്ങിയ ഉൻക ഹാത്ത് ചലാന ശുരു ഹോത്തോ, അദ്ദേഹം അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ രുക്കിന ഫൂൽ ജാത്തത, പിന്നെ നിർത്തില്ല। അങ്ങനത്തെ ഒരു അധ്യാപകനായിരുന്നു। उसी प्रकार के एक अध्यापक थे ये सुरेंद्र जी। एक दिन सुरेंद्र जी मठ साहब ने बेला के बालों में पंजा फंसाया। एक दिन, ഒരു ദിവസം സുരേന്ദർ ജി മഠ് സാഹബ് ഇദ്ദേഹം ബേലാക്കെ ബാലോ മേ പഞ്ചാ ഫൻസായ, ബേലയുടെ തലമുടിക്ക് പിടിച്ചാ വലിച്ചത്। പഞ്ചാ മീൻസ് കൈകൾ കൊണ്ട് എന്ത് ചെയ്തു? ഫൻസാന മീൻസ് അകപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം। ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബേലയുടെ തലമുടിക്ക് കയറി പിടിച്ചു। पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाला थे। എന്നാൽ അവിടെ ഒരു തെറ്റ് കണ്ടിട്ടാണ്, അതായത് ബേല കുച്ച് ഗലത്തി नहीं किया, बेला ഒരു തെറ്റും എന്ത് ചെയ്തിട്ടില്ല। പക്ഷേ അധ്യാപകക്ക് നസർ മേ, അധ്യാപകൻ്റെ കാഴ്ചപ്പാടിൽ എന്തായിരുന്നു? ഉസ്മേ കുച്ച് ഗലത്തി थी, അവളിൽ എന്തോ തെറ്റ് ഉണ്ടായിരുന്നു। पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाला थे। അത് ഏത് തെറ്റിനാണോ എടുത്ത് അവിടെ തലമുടി പിടിച്ച് വലിച്ചെറിഞ്ഞത്, फेंकने वाला थे, वह गलती ही नहीं थी, അതൊരു തെറ്റേ അല്ലായിരുന്നു। वह गलती तो नहीं थी। उन्होंने बेला को छोड़ दिया, അദ്ദേഹം ബേലയെ വിട്ടു, വിടുവിച്ചു, छोड़ दिया। बेला के फायफीद चेहरे को देखकर साहिल बुरी तरह डर गया था। അപ്പോൾ ഈ സമയത്ത് ബേലയുടെ ഫയഫീദ് ചെഹ്ര देखकर, क्योंकि पहले ही कहा था ये ഗണിത അധ്യാപകോ ബच्चे बहुत कामते थे। ഈ ഗണിത അധ്യാപകനെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഭയമാണെന്നുള്ളത് ആദ്യമേ പറഞ്ഞു। അപ്പോൾ ഒരു തെറ്റിന് പിടിക്കുകയോ കൂടി ചെയ്ത गलती में पकड़ जाए तो क्या हो जाएगा। बेला बहुत ഫയഫീദ് थे। उसकी उस ചെഹ്ര देखकर, ആ ഭയഭീതമായ പേടിച്ചേണ്ട ആ ഒരു മുഖം കണ്ടപ്പോൾ സാഹിലിനും ഭയങ്കര ഡർ വന്നു, ഭയം വന്നു। സാഹിൽ बुरी तरह डर गया था। उसने देखा कि बेला के पाव अभी भी कांप रहे हैं। അവൻ ശ്രദ്ധിച്ചത് ബേലയുടെ കാലുകൾ ഇപ്പോഴും എന്ത് ചെയ്യണം? കാമ്പ് രേഖ, കാമ്പിന മീൻസ് വിറയ്ക്കുക, വിറച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു।
कांब रहे हैं जैसे वह खड़े खड़े अभी गिर जाएगी. അപ്പോൾ സാഹിലിന് തോന്നി ജൈസെ വ ഖടേ ഖടേ അഭി ഗിർ ജായേഗി, നിന്ന നിപ്പിൽ അവൾ താഴെ വീഴുമോ എന്ന് വരെ, ഗിർ ജായേഗി, ഗിർന വീഴുക, താഴെ വീഴുമെന്ന് വരെ തോന്നി, ഗിർ ജായേഗി. सुरेंद्र जी मट साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा. ഈ സുരേന്ദർ ജി മട്ട് സാബ് ഈ കോപ്പി എടുത്ത് ഈ ബേല ഇരുന്ന സ്ഥലത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ബൈഠ്നേക്ക് ജഗ പർ ഫെങ്ക്തെ ഹുയ കഹ, ഫെങ്ക്ന എറിയുക, എടുത്തെറിഞ്ഞുകൊണ്ട് പറഞ്ഞു ബൈഠ് അപ്നി ജഗ പർ, പോയി നിന്റെ സ്ഥലത്ത് ഇരുന്നു, ബൈഠ് അപ്നി ജഗ പർ. ബേല കാ മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയാ താ. ബേലയ്ക്ക് അപ്പോഴും വളരെയധികം സങ്കടം തോന്നി. ഖരാബ് ഹോന എന്ന് പറഞ്ഞാൽ മോശമായ എന്നൊക്കെയാണ് അർത്ഥം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പക്ഷേ അങ്ങനെയല്ല, അവൾക്ക് മനസ്സ് വളരെയധികം എന്ത് ചെയ്തു, വേദനിച്ചു. ബേല കാ മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയാ. मट साहब चाहे मुझे पीट लेते मगर साहिल के सामने नहीं. उसका कारण नहीं थी, അതിനൊരു കാരണം ഉണ്ടായിരുന്നു. സാഹിൽ കെ സാമനെ ഐസ നഹി ഹോനാ ചാഹിയെ താ. സാഹിലിൻ്റെ മുമ്പിൽ വെച്ച് അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. കാരണം അവർ തമ്മിൽ അത്രയ്ക്ക് വളരെയധികം അടുത്ത സുഹൃത്തുക്കളായിരുന്നു. സാഹിലിൻ്റെ മുമ്പിൽ വെച്ച് അത് പാടില്ലായിരുന്നു എന്നായിരുന്നു ബേലയുടെ മനസ്സിലപ്പോഴും. വഹ് സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിന്ദ മഹസൂസ് കർ രഹി തി. അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ സാഹിലിൻ്റെ മുമ്പിൽ ഖുദ് കോ ശർമിന്ദ, ഖുദ് മീൻസ് സ്വയം, സ്വയം ഒരു ശർമിന്ദ മഹസൂസ് ഹോനെ ലഗി. ശർമിന്ദ കാരണം ലജ്ജ തോന്നുക, നാണം തോന്നുക, മഹസൂസ് ഹോന ഫീൽ ചെയ്യുക. അപ്പോൾ അവൾക്കത് സാഹിലിനെ പിന്നെ നോക്കാൻ തന്നെ എന്ത് ചെയ്തു, ഒരു നാണമായിരുന്നു. കാരണം എന്തോ ഒരു വലിയ തെറ്റ് ചെയ്ത പോലെ, കുച്ച് ബഡി സി ഗലത്തി കർനെ പർ സുരേന്ദർ जी ने ऐसा किया, इसलिए वह उस साहिल के सामने खड़े होकर उसका मुँह देखने को भी, അവൻ്റെ മുഖത്ത് നോക്കാൻ പോലും അവൾക്ക് ലജ്ജ തോന്നി. वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी क्योंकि वह जानती थी कि वह साहिल की नज़र में बहुत अच्छी है. കാരണം വഹ് ജാൻതി തി, അവൾക്ക് അറിയാമായിരുന്നൊരു കാര്യം, വഹ് സാഹിൽ കി നസർ മേ ബഹുത്ത് അച്ചി തി. അവൾ സാഹിലിൻ്റെ കാഴ്ചപ്പാടിൽ, നസർ മീൻസ് കാഴ്ചപ്പാട്, സാഹിലിൻ്റെ കാഴ്ചപ്പാടിൽ അവൾ നല്ല കുട്ടിയാണെന്നാണ് അവൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉസ്കെ സാമനെ ഐസ ഹോന വഹ് ബുരി ദിക്തി തി, ഉസ്കോ ബുരി ദിക്തി തി. അവൻ്റെ മുമ്പിൽ വെച്ച് അങ്ങനെ സംഭവിച്ചത് അവൾക്കൊരു മോശമായിട്ടാണ് തോന്നിയത്. ജബ് ഉസ്കെ പാസ് ആക്കർ ബൈഠി, അവൾ സാഹിലിൻ്റെ അടുക്കൽ പോയിരുന്നപ്പോൾ, ജഹ് ബഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠി, ഉസ്സെ നസർ നഹി മിലാപ്പായി, അവന് മുഖം കൊടുക്കാനേ പോയില്ല, അവനെ നോക്കാനേ പോയില്ല. हम बेला का एक विशेष रूप का स्वभाव हम देखते हैं. ഇവിടെ ബേലയുടെ ഒരു വിശേഷ സ്വഭാവമാണ് കണ്ടത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേ ദോനോ ദോസ്ത് थे, അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ഉസ്കെ മന്മയും സാഹിൽ കോ एक बहुत बड़ा स्थान था. അവളുടെ മനസ്സിൽ സാഹിലിനൊരു നല്ല സ്ഥാനം ഉണ്ടായിരുന്നു. ലേക്കിൻ ഉസ്കെ സാമനെ ഐസ ഹോന വഹ് ബുരി സമജ്തി തി. അവൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ച അവൾക്ക് വളരെ മോശമായി തോന്നി. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बंदी थी. അങ്ങനെ ദീപാവലി അവധിയൊക്കെ ആയി. നമുക്ക് ഇതുപോലെ ഓണം, ക്രിസ്മസ്, ഹംഭി മനാത്തെ ഹി, നമ്മളും ആഘോഷിക്കാറുണ്ട്. ഓണവും ക്രിസ്മസും ഒക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഉസ് സമയം ഹമേം 10 दिन की छुट्टी मिलते हैं, 10 ദിവസത്തെ അവധി നമുക്ക് കിട്ടും. ഉസി പ്രകാർ ദീപാവലി के समय में वहाँ 10 दिन की छुट्टी मिल गई. उस छुट्टी के बाद, दीपावली की छुट्टियों के बाद जब स्कूल खुला, സ്കൂൾ തുറന്ന സമയത്ത്, तो बेला के सिर पर सफ़ेद पट्टी बंदी थी. അപ്പോൾ ബേല തിരിച്ച് സ്കൂളിലേക്ക് വന്ന സമയത്ത് ഉസ്കെ സിർ പർ സഫേദ് പട്ടി ബന്ദി തി. പട്ടി ബാന്ധന മീൻസ് മുറിവ് വെച്ച് കെട്ടുക എന്നാണ്. പട്ടി ബാന്ധന, സഫേദ് പട്ടി ബന്ദി തി. ഹോസ്പിറ്റലിൽ നിന്ന് മുറിവ് വെച്ച് കെട്ടിയ ഒരു രീതിയിലാണ് ബേല സ്കൂളിലേക്ക് വന്നത്. कोई उसे होई 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 सफ़ेद पट्टी कह रहा था, तो कोई सुल्ताना टाकू, तो कोई कुछ कहकर चिढ़ा रहा था. കുട്ടികൾ ഉസെ ചിടാ രഹാത്ത, അവളെ കളിയാക്കുമായിരുന്നു. കൊയ് കഹത്ത ഹോയ് 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 സഫേദ് പട്ടി, തലയിൽ കെട്ടും കെട്ടി വന്നു എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ചിലർ സുൽത്താന ടാക്കു, കൊള്ളക്കാരിയായ രാജ്ഞി എന്ന് പറഞ്ഞ് കളിയാക്കും. തോ കൊയ് കുച്ചു ഓർ കേക്കർ, മറ്റു ചിലർ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ കുട്ടികൾ എന്ത് ചെയ്തു, ബേലയെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. ബേല ചിടാ രഹാത്ത, ബേലയെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. ये क्या हो गया बेला, സാഹിലിനെ പരേശാൻ ഹോത്തെ ഹുയെ പൂച്ച. സാഹിലിന് പക്ഷേ പരേശാനി ഉണ്ടായി. പരേശാനി മീൻസ് എന്താണ്, ബുദ്ധിമുട്ട്, ഒരു വിഷമം. ബേലയുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ, ബേലാക്ക് ഈ ദുർദശാപ്പർ, ഈ ഒരു ദുരവസ്ഥ, ഈ മോശം അവസ്ഥ കണ്ടപ്പോൾ സാഹിലിന് സങ്കടം ഉണ്ടായി. സാഹിൽ ചോദിച്ചു, ഏ ക്യാ ഹോ ഗയാ ബേല, ഇതെന്താ പറ്റിയത്?
ഛത്ത് സേ ഗിർ ഗയി. അപ്പോൾ ബേല പറഞ്ഞു ഛത്ത് സേ ഗിർ ഗയി. എവിടെ നിന്ന് വീണു? തട്ടിൻ്റെ പുറത്തുനിന്നും താഴെ വീണതാണ്. ഛത്ത് സേ ഗിർ ഗയി. ബേലാനെ ഹസ്തേ ഹുയേ കഹാ. ബേല ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഛത്ത് സേ ഗിർ ഗയി. ലങ്കടി ഢാങ്ക് ഖേൽനെ കെ ലിയെ സാഹിൽ കോ ബുലാബി രഹിത്തി. ലങ്കടി ഢാങ്ക് ഖേൽനെ കളിക്കാനായിട്ട്, ഒന്നിത്തൊട്ട് കളിക്കാനായിട്ട് സാഹിലിനെ വിളിക്കുകയും ചെയ്തു. നഹീം ഖേലേങ്കെ. സാഹിൽ പറഞ്ഞു ഇല്ല, ഞാൻ കളിക്കാൻ വരില്ല. തെരെ സിർമൈ ഫിർസെ ലഗ് ജായേഗി തോ. തലയ്ക്കെങ്ങാനും വീണ്ടും മുറിവ് പറ്റിയാലോ, വീണ്ടും അബദ്ധത്തിനെങ്ങാനും വീണ് തലയ്ക്ക് മുറിവ് പറ്റിയാലോ. അതുകൊണ്ട് സാഹിൽ എന്ത് ചെയ്തില്ല, അതിന് സമ്മതിച്ചില്ല. ഞാൻ ദേക്കോ ദോനോങ്ക ആദത്ത്, ദോനോങ്കി ആദത്ത്, രണ്ടുപേരുടെ ആ സ്വഭാവ സവിശേഷതകൾ നോക്കി നോക്കൂ. ദോനോ ഏക് ദൂസരെ സെ ബൗത്ത് അടൂട്ട് റിഷ്ത രക്തേ. രണ്ടുപേർക്കും പരസ്പരം ഒരു ഭയങ്കരമായ ബന്ധമുണ്ട്. കാരണം രണ്ടുപേർക്കും പരസ്പരം എന്താണ്, വേദനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടാൻ. മറ്റു കുട്ടികൾ ദൂസരെ വിദ്യാർത്ഥി ഉന്നെ ചിടാ രഹത്തെ, ബേലയെ കളിയാക്കുകയായിരുന്നു. ലേക്കിൻ സാഹിൽ ഉസ്ക ആശ്വാസക്കാരെ. സാഹിൽ എന്ത് ചെയ്തു, അവളെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. ബേലാനെ ഉസെ ഖേൽനെ കെ ലിയെ ബുലായ. ബേല കളിക്കാൻ വേണ്ടി വിളിച്ചു. ലേക്കിൻ ഉന്നോംനെ ഉസെ കഹാ തേരെ സിർമയും ഓർ ബി ചോട്ടായ ജായേഗി തോ ബഹുത്ത് ബുരാ ലഗ് ജായേഗ. നിനക്ക് വീണ്ടും മുറിവ് പറ്റിയാൽ അതെന്ത് ചെയ്യും, വീണ്ടും പ്രശ്നമാണെന്ന് പറഞ്ഞു. നഹി ലഗേഗി ബേലാനെ സിദ്ധിക്കി. അപ്പോൾ ബേല എന്ത് ചെയ്തു, ബേല പറഞ്ഞു അങ്ങനെ സംഭവിക്കില്ല. ബേലാനെ സിദ്ധിക്കി. ബേല ശാഠ്യം പിടിച്ചു. കളിക്കാൻ വന്നേ പറ്റുമെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, ശാഠ്യം പിടിച്ചു. ബേലാനെ സിദ്ധിക്കി. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खेल खंडी लंगड़ी टांग खेलते. അങ്ങനെ അവർ ഹമേശാക്കി തര എല്ലായ്പ്പോഴും എപ്പോഴും കളിക്കുന്നത് പോലെ തന്നെ ആ ഒരു ഖേൽഖണ്ഡി കെ സമയം, ആ കളി സമയത്ത് അവരെന്ത് ചെയ്തു, ബച്ചോം കെ സാത്ത് ഗാന്ധി ചൗക്ക് കി ബാലുമേ. ഗാന്ധി ചൗക്ക് മീൻസ് ഗാന്ധിജിയുടെ ഒരു പ്രതിമയുള്ള ആ ഒരു കോർണറിന് ഗാന്ധി ചൗക്ക് എന്ന് പറയുന്നത്. ഗാന്ധി ചൗക്ക് കി ബാലുമേയും, ആ മണൽത്തരികളിൽ ബാലുമേയും പൂരി ഖേൽഖണ്ഡി ലങ്കടെ ടാങ്ക് ഖേൽത്തെ. അവർ മുഴുവൻ സമയം എന്ത് ചെയ്തു, ആ ഖേൽഖണ്ഡിയുടെ സമയം, ആ കളി സമയം മുഴുവൻ അവരവിടെ ഈ തൊട്ട് കളിച്ചു. ഖേൽഖണ്ഡി ലങ്കടി ഢാങ്ക് ഖേലെ. ഇൻ ബച്ചോങ്കോ അപ്പനെ ചാരോ ഓർ ഖേൽത്തെ ദേക്കർ. ഈ കുട്ടികളുടെ കളി കണ്ടിട്ട് ഗാന്ധിജിക്ക് മൂർത്തി ഐസി ദിഖായി പട്ടി. ഗാന്ധിയുടെ ആ പ്രതിമ ഇങ്ങനെ തോന്നിയെന്ന്. ജൈസെ ഓർ സമയസെ കുച്ചധിക മുസ്കുരാഹ. അദ്ദേഹം കുറച്ച് നേരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ മുസ്കുരാരഹി ഹോ, പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഫീൽ ചെയ്തു തന്നു. ക്യോങ്കി ഗാന്ധിജി ബച്ചേസെ ബഹുത്ത് അതി പ്യാർ കർത്തെ थे, ഹമേ മാലൂഹെ. നമുക്കറിയാമെന്നുള്ള കാര്യമാണ്, ഗാന്ധിജിക്ക് കുട്ടികളെ വളരെ ഇഷ്ടമാണെന്നുള്ളത് നമുക്കറിയാം. इसलिए गांधी जी के पास जो बच्चे खेल रहे थे उनसे उन्हें देखकर वह मुस्कुरा रहे थे. ऐसा हो रहा है कहानीकार के मन में. കഹാനികാരന് അങ്ങനെ തോന്നുകയാണ്. तो महसूस हो रहा है. അദ്ദേഹത്തിന് അങ്ങനെ ഫീൽ ചെയ്യുകയാണ് കുട്ടികളുടെ ഈ കളി ആരാസ്വദിക്കുന്നുവെന്ന് ഗാന്ധിജി. രവിവാർ കാ ദിൻ ഥാ. ഞായറാഴ്ച ദിവസമായിരുന്നു. രവിവാർ കാ ദിൻ ഥാ. സാഹിൽ अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था. साहिल तंदे വീട്ടിൽ नीम के पेड़ की डाली में, नीम का पेड़ जानते हैं, नीम का पेड़ मीन्स വേപ്പ് മരം. വേപ്പ് മരത്തിലെ ഡാലിമേ, അതിലെ ഒരു കൊമ്പിൽ ഡാലിമേ പകഡ്കർ ചൂം രഹാത്ത, അതിൽ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബാക്കി ഏക്ക് സ്റ്റൂൾ പർ ചട്കർ ചുൽത്താത്ത. അവനൊരു സ്റ്റൂളിൻ്റെ മേലെ കയറി നിന്നിട്ടായിരുന്നു ഈ കൊമ്പിൽ പിടിച്ചെന്ത് ചെയ്തത്, ആടിക്കൊണ്ടേയിരുന്നത്. അചാനക് ടൂട്ടെ സ്റ്റൂൾ കി ഏക്ക് കീൽ സാഹിൽ കി പിണ്ടലിമേ ലഗൈ. അചാനക് പെട്ടെന്ന് എന്ത് പറ്റി, ടൂട്ടെ സ്റ്റൂൾ കി ഏക്ക് കീൽ, ആ പൊട്ടിയ ആ സ്റ്റൂളിൻ്റെ ഒരു കീൽ മീൻസ് ഒരു ആണി എന്ത് ചെയ്തു, സാഹിൽക്ക് പിണ്ടലിമേലകൈ, സാഹിലിൻ്റെ ഈ കാൽവെണ്ണ ഭാഗത്ത് കുട്ടനെയൊക്കെ നീച്ച് മുട്ടുകാലിൻ്റെ താഴെയായിട്ട് കാൽവെണ്ണയിൽ എന്ത് ചെയ്തു, കൊണ്ടു. ഏക്കിഞ്ച് ഗഹര ഗഡ്ഡ ഹോഗയ. അതൊരു 1 ഇഞ്ച് ആഴത്തിൽ ഗഹര ഗഡ്ഡ ഹോഗയ, ഒരു മുറിവ് പോലെ നല്ല 1 ഇഞ്ച് ആഴത്തിലുള്ള മുറിവായി തീർന്നു. ഉസേ സർക്കാരി अस्पताल में पट्टी बंधवाने के लिए ले जाया गया. उसे सरकारी अस्पताल में, അപ്പോൾ തന്നെ ഈ സാഹിലിനെ എന്ത് ചെയ്തു, സർക്കാരി ആസ്പത്താൽമയും പട്ടി ബന്ധുവാനെ കെലിയെ, പട്ടി ബന്ധുവാന മീൻസ് മുറിവ് വെച്ച് കെട്ടുക, പട്ടി ബന്ധുവാനെ കെലിയെ ലേ ജായ ഗയ, കൊണ്ടുപോയി. उसने देखा कि 2 लोगों को छोड़कर आगे बेला खड़ी है. उसी अस्पताल में അവൻ കണ്ട കാഴ്ച, उसके आगे 2 लोगों के छोड़कर बेला खड़ी है. അവന് മുമ്പിൽ 2 പേര് കഴിഞ്ഞിട്ട് ആരും നിൽപ്പുണ്ട്, बेला खड़ी है, बेले നിൽക്കുന്നുണ്ട്. क्यों बेला वहाँ अस्पताल में आया. उस अस्पताल में बेला എന്തിനാ വന്നത്,
എന്തിനാ വന്നത്? ബേലാക്ക് സിർപ്പർ പട്ടി ബന്ധുവാനേക്കല്, ബേലയുടെ തലയിൽ മുറിവ് വെച്ച് കെട്ടാനാണ് ബേലയും വന്നത്. സിർമയും പട്ടി ബന്ധുവാനെ ആയിഹെ, തലയിൽ മുറിവ് വെച്ച് കെട്ടാനാണ് ബേല വന്നത്. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते. അന്ന് മുതൽ സ്കൂൾ ആത്തേ ജാത്തെ, ഈ സ്കൂളിൽ വന്നും പോകുന്ന കുട്ടികൾക്കിടയിൽ കക്ഷാമയും കൈ ദിനവും തക്ക്, ആ ക്ലാസ് റൂമിൽ കൈ ദിനവും തക്ക്, കുറേ ദിവസം വരെ ഐസെ ബച്ചെ ദിക്കായി ദിയതോ, 2 കുട്ടികളെ അങ്ങനെ കാണാൻ സാധിച്ചു എന്ന്. ദോ ഐസെ ബച്ചെ ദിക്കായി ദേത്തെ രഹെ ജിൻമേം സെ ഏക് കെ സിർ പർ പട്ടി ബന്ദി ഹോത്തി, ഒരാളുടെ തലയിൽ കെട്ടുണ്ട്, അവർ ഏക്ക് കി പിണ്ടലീമി, ഒരാളുടെ കാൽവെണ്ണയിൽ. സഫേദ് പട്ടി വാലെ ये दोनों कहीं पर भी साथ ही दिखाई देते थे. ഈ മുറിവ് വെച്ച് കെട്ടിയ 2 പേരും എപ്പോഴും ഒരുമിച്ച് കാണുകയും ചെയ്യുമായിരുന്നു. दोनों को हम देखें तो दोनों एक साथ पढ़ते थे, दोनों एक साथ खेलते थे, दोनों एक साथ हंसते थे. 2 പേരും ചിരിക്കുന്നവർ പോലെയായിരുന്നു, പഠിക്കുന്നവർ പോലെയായിരുന്നു. അവർ കോപ്പി എഴുതുകയാണെങ്കിൽ കോപ്പി ലിഖത്തെ സമയം एक साथ കോപ്പി ലിഖത്തെ थे. और दोनों को ചോട്ട് ഫി ഏക് സാത്തില്, 2 പേർക്കും മുറിവും ഒരുപോലെ തന്നെ സംഭവിച്ചു. ദോനവും ഏക ഹി തരഹ് പട്ടി ബന്ധുവാക്കർ ഹി സ്കൂളായ, 2 പേരും ഒരുപോലെ തന്നെ മുറിവ് വെച്ച് കെട്ടി തന്നെയാണ് സ്കൂളിലും വരുന്നത്. 5वीं कक्षा का റിസൾട്ട് ആ ഗയ, 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു. ദോനോ ഛടി മേ ആ ഗയ, 2 പേരും 6ാം ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ആ സ്കൂൾ 5वीं तक ही था. ആ സ്കൂളിനൊരു പ്രത്യേകതയുണ്ട്, വഹാം 5वीं तक ही ദർജ ഹോത്തെ थे, അവിടെ ക്ലാസ് 5ാം ക്ലാസ് വരെ ഉള്ളൂ. സാഹിൽ अब तुम कहाँ पढ़ोगे, बेला ने पूछा, क्योंकि ये दोनों का रिश्ता बहुत अटूट था. मैंने पहले कहा था. 2 പേരുടെയും ആ ഒരു സൗഹൃദം എന്ന് പറഞ്ഞാൽ, ആ ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെയധികം അഡൂട്ടായിരുന്നു, ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റുന്നൊരു ബന്ധമല്ലായിരുന്നു. പക്ഷേ ഇനി അടുത്ത് ആകേക്ക് പഠായി ഉന്നെ അലഗ് അലഗ് സ്കൂൾ में जाना पड़ेगा. ഇനി അടുത്തൊരു പഠനം എന്ന് പറയുമ്പോൾ അവർക്ക് വെവ്വേറെ സ്കൂളുകളിൽ മാറിപ്പോകേണ്ട ഒരവസ്ഥയാണ്. അതുകൊണ്ട് ബേല ചോദിച്ചു, സാഹിൽ अब तुम कहाँ पढ़ोगे, നീ ഇനി എവിടെയാണ് പഠിക്കുന്നതെന്ന്. ബേലാനെ പൂച്ച. അവർ തും കഹാം പഠോഗി, ബേല സാഹിലിനെ പൂച്ച. അപ്പോൾ സാഹിലും ചോദിച്ചു, തും കഹാം പഠോഗി, നീ എവിടെ പഠിക്കും? മേരെ പാപ്പ കഹരത്തേക്ക് മുझे രാജകീയ കന്യാ പാഠശാല में പഠായെങ്കിൽ അവർ തും. അപ്പോൾ ബേല പറഞ്ഞു, മേരാ പപ്പ കഹരത്തെ, അച്ഛൻ പറഞ്ഞത് മുझे രാജകീയ കന്യാ സ്കൂൾ में ഗവൺമെൻറ് ഗേൾസ് സ്കൂൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ രാജകീയ കന്യാ സ്കൂൾ में പാഠശാല में പഠായെങ്കിൽ അവർ തും, നീയോ? മുझे അഗലെ സാൽ അജ്മേർ ഭേജ് ദേങ്കെ, എന്നെ അടുത്ത വർഷം അജ്മേറിലേക്കാണ് അയക്കുന്നത്. വഹാം ഏക്ക് ഹോസ്റ്റൽ ഹെ, അവിടെ ഒരു ഹോസ്റ്റലുണ്ട്. ഖർസെ ദൂർ വഹാം അക്കേല രഹൂങ്ക, ഞാൻ വീട്ടിൽ നിന്ന് മാറി അവിടെ ഒറ്റയ്ക്കായിരിക്കും, ഹോസ്റ്റലിലാണ് ഞാൻ പോകുന്നത്. ക്യോം സാഹിൽ, അപ്പോൾ ബേലയ്ക്ക് സങ്കടമായി. ബേലാനെ പിച്ച, ക്യോം സാഹിൽ, എന്ത് പറ്റി, എന്തിനാ അങ്ങനെ? പതാനഹിക്കോ, അതെനിക്കറിയില്ല, എനിക്കതിനെക്കുറിച്ച് അറിവില്ല. എന്നെ എവിടെയാണ് വിടുന്നത്? അജ്മേറിലേക്ക്. അപ്പോൾ യഹാം ദേഖോ, ബേല രാജകീയ കന്യാ പാഠശാല में पढ़ने जाएगी और साहिल अजमेर में. दोनों उनके वो रिश्ता छोड़कर दोनों अलग अलग स्कूल में जाएंगे. 2 പേരും അവർ വെവ്വേറെ സ്കൂളുകളിലേക്ക് മാറാൻ പോവുകയാണ്. तो यानी अब तुम फुलेरा में ही नहीं रहोगे. അപ്പോൾ ബേല ചോദിക്കുകയാണ്, അപ്പോൾ നീ ഈ ഫുലേറ എന്ന് പറയുന്ന സ്ഥലത്തെ കാണുകയില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? यानी तुम फुलेरा में ही नहीं रहोगे, नहीं तुम्हारे റിപ്പോർട്ട് കാർഡ് ദിക്കാനാ, ഞാൻ അവിടെ കാണുകയില്ല. നീ ഒരു കാര്യം ചെയ്യും, തുമാരെ റിപ്പോർട്ട് കാർഡ് ദിക്കാനാ, നിൻ്റെ റിപ്പോർട്ട് കാർഡ്. കാരണം 5ാം ക്ലാസ്സിൻ്റെ റിപ്പോർട്ട് കാർഡ്, നമ്മൾ പ്രോഗ്രസ് കാർഡ് എന്ന് പറയുന്നത് പോലെ ആ റിപ്പോർട്ട് കാർഡ്, 5ാം ക്ലാസ് കഴിഞ്ഞു അവർ, ആ റിപ്പോർട്ട് കാർഡ് ഒന്ന് കാണാം എന്ന് പറഞ്ഞു. സാഹിൽ ബേലാക്ക റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ ഥാ. സാഹിൽ ബേലയുടെ ആ റിപ്പോർട്ട് കാർഡ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ ബേല സാഹിലിൻ്റെ റിപ്പോർട്ട് കാർഡും നോക്കുകയായിരുന്നു. आज आखिरी बारी वे एक दूसरे की कोई चीज़ को छू कर देख रहे थे. ഇതവർ ആഖിരി ബാരി, അവസാനമായിട്ടായിരുന്നു അവർ പരസ്പരം മറ്റൊരാളുടെ വസ്തു, അതായത് ഏക് ദൂസരേക്ക് ചീസ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സ്വന്തം കാര്യങ്ങൾ, അവരുടെ സ്വന്തം സാധനങ്ങൾ മാറി നോക്കുന്നത് അവസാനമായിട്ടായിരുന്നു. ആഖിരി ബാർ कोई चीज़ को छू कर देख रहे थे. तुम्हारी आंख में आंसू क्यों आ रहे हैं बेला. അപ്പോൾ സാഹിൽ ചോദിക്കുകയാണ്,
ഏ ബേല തുമാരെ ആംഖോ മേ ആസു ക്യോ ആ രഹേ, നിൻ്റെ കണ്ണിലെന്താ കണ്ണുനീര്? ആംഖോ മേ ആസു, ആസു എന്താ? കണ്ണുനീർ. കണ്ണുനീർ വരുന്നത് എന്താ? മുझे क्या पता, അതെനിക്കറിയില്ല. ബേലാനെ ഡബ്ഡബായി ആംഖോം സെ ഹസ്തേ ഹുയ കഹ. കണ്ണുനീര് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ബേല എന്ത് ചെയ്തു? വളരെയധികം വിഷമത്തോടുകൂടി പറഞ്ഞു, മുझे क्या पता, അതെനിക്ക് അറിയില്ല എന്ന് ബേല പറഞ്ഞു. देखिए बच्चों, यहाँ दोनों का वो रिश्ता भंग होने जा रहा है. രണ്ടുപേരുടെയും ആ ഒരു ബന്ധത്തിന് ഒരു തടസ്സം വരികയാണ്. दोनों अपने स्कूल छोड़कर अलग अलग स्कूल जाने के लिए तैयार हो जाने लगे. രണ്ടുപേരും അവരുടെ സ്കൂൾ ഉപേക്ഷിച്ച് അവർ പോകാൻ തുടങ്ങുകയാണ്. ആ ഒരു പിരിയുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു രണ്ടുപേർക്കും. സാഹിൽ की आंखें बीर बहूटी की तरह लाल होने लगी थी. സാഹിലിൻ്റെ കണ്ണുകൾ बीर बहूटिയെ പോലെ. हम कहानी की पहले में कहानी का नाम ही बीर बहूटी है, लाल रंग का बीर बहूटी. ഇവിടെ സാഹിലിൻ്റെ കണ്ണുകൾ ആ ലാൽ രംഗ് പോലെ ആയിരുന്നു എന്നാണ്. കണ്ണുകളൊക്കെ ചുവന്ന്. ആംഖേം ബീർ ബഹൂട്ടി तरह लाल होने लगी थी. അവർ ഉന്മയും ബാരിഷ് കി ബൂന്തേം സ പാനി ഫർ ഗയാ था. അതിൽ മഴമേഘങ്ങൾ പോലെ, അപ്പോഴത്തെ ആ മഴമേഘങ്ങൾ പോലെ ബാരിഷ് കി ബൂന്തോം സ പാനി ഫർ ഗയാ था. കണ്ണുനീർ നിറഞ്ഞിരിക്കുകയായിരുന്നു. ബേല കഹനെ ലഗി. അപ്പോൾ ബേല പറഞ്ഞു, മെയിൻ ചിടാവൂ, ഞാൻ നിന്നെ കളിയാക്കട്ടെ. അബ് തുമേ രോനി സൂരത് സാഹിൽ, രോനി സൂരത് സാഹിൽ, കരയുന്ന സാഹിൽ എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കട്ടെ എന്ന് ചോദിച്ചു. ബാരിഷ് ആനേമേം ഠേഠ് മഹീന ബാക്കി था. ശരിക്കും പറഞ്ഞാൽ एक बारिश आने में डेढ़ महीना. डेढ़ क्या है? डेढ़ 1.5. डेढ़ महीना 1.5 മാസം. बारिश आने में डेढ़ महीना बाकी था. മഴ വരാനായിട്ട് ഇനി 1.5 മാസം ബാക്കിയുണ്ട്. लेकिन यह बारिश से पहले की बारिश का एक दिन था. പക്ഷെ അന്ന് ബാരിഷിന് മുമ്പുള്ള ഒരു മഴയുള്ള ദിവസവുമായിരുന്നു. അന്നും മഴ പെയ്യുന്നുണ്ടായിരുന്നു ചെറിയ രീതിയിൽ. पहले की बारिश का एक दिन था. ആസ്മാൻ മേ ഘടായം ഘിരീത്തി. ആകാശത്ത് ബാദൽ ഘടായം ഘിരീത്തി, മേഘങ്ങൾ, കാർമേഘങ്ങൾ വന്ന് മൂടപ്പെട്ടിരുന്നു. ദുൽഫരി തേജ് ഹവായം ചൽ രഹീത്തി. നല്ല ദുൽഫരി, പൊടിപടലങ്ങൾ നിറഞ്ഞ ദുൽഫരി തേജ് ഹവായം, തീക്ഷ്ണമായ കാറ്റ്, വളരെ വേഗത്തിൽ കാറ്റ് വീശുന്നും ഉണ്ടായിരുന്നു. ഹവായം ചൽ രഹീത്തി. പാനി ബരസ് രഹാത്ത. മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാനി ബരസ് രഹാത്ത. ഫുലേര കസ്ബേക്ക് ബാദൽ ഛായി ഏക് ഗലി മേ 5वीं सी चड़ी में चली गई एक लटकी जा रही थी. ആ ഫുലേര കസ്ബ, ആ ഫുലേര പ്രദേശത്തുകൂടെ ഈ ബാദൽ ഛായി ഏക്ക് ഗലിമേ, മേഘങ്ങൾ നിറഞ്ഞു കിടക്കുന്ന ഒരു ഗലിയിലൂടെ, ആ തെരുവിലൂടെ 5वीं से छड़ी में चली गई एक लटकी जा रही थी. 5ൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടി എന്ത് ചെയ്യുകയായിരുന്നു? നടന്നു പോവുകയായിരുന്നു. ഉസ്കെ പൂരെ ബാൽ ബീർ ബഹൂട്ടിയോं को रंग के लाल रिबन से बंधे थे. അവളുടെ ഫുരേ ബാൽ, അവളുടെ ആ ഒരു ബ്രൗൺ കളറിലുള്ള ആ ബാൽ ബീർ ബഹൂട്ടിയൊക്കെ രംഗ് കെ ലാൽ റിബൺ സെ ബന്ധേ थे. ഈ ബീർ ബഹൂട്ടിയുടെ കളറിലുള്ള ലാൽ രംഗ് സെ ബന്ധേ थे. റിബൺ കൊണ്ട് കെട്ടിയ തലമുടിയായിരുന്നു. ദൂസരി ദിശാക്കോ ജാത്തി ഏക്ക് ഗലിമേ. എന്നാൽ മറു സൈഡ് വേറൊരു ദിശയിലേക്ക് പോകുന്ന ഒരു ഗലി, വേറൊരു തെരുവിലേക്ക് പോകുന്ന ഒരു ഗലിയിൽ 5वीं से छड़ी में गया एक 11 साल का लड़का जा रहा था. 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് പോയ ഒരു 11ാം ക്ലാസ്സുകാരൻ, 11ാം വയസ്സുകാരൻ, 11 साल का लड़का जा रहा था, പോവുകയായിരുന്നു. इसकी पिंडली में बीर बहूटी के रंग का सा एक इंच लंबा चोट का निशाना था. അവൻ്റെ കാൽവെണ്ണയിൽ एक लंबा चोट का निशाना था. അതും എങ്ങനെയായിരുന്നു? അതും ചുവപ്പ് തന്നെയായിരുന്നു. बीर बहूटी के रंग का सा एक इंच का लंबा चोट का निशाना था. ഒരു നല്ല മുറിവിൻ്റെ അടയാളം ഉണ്ടായിരുന്നു. വഹാം ഉസ് ലംബാ ചോട്ട് കാ നിശാന ഉൻ ദോനോं के റിഷ്ത ടൂട്ട് ജാനേക്ക് നിശാന ഹെ. രണ്ടുപേരുടെ ആ ബന്ധം വേർപെട്ട് പോകുന്നതിൻ്റെ ഒരു അടയാളവും കൂടെയാണ് ആ ഒരു മുറിവെന്ന് നമ്മുടെ കഹാനികാരൻ നമ്മുടെ അടുത്ത് പറയാണ്. ഇസ് കഹാനി സെ ഹമേं यह मालूम हो जाएगा कि दोनों बच्चे बहुत अधिक प्यार करते थे. दोनों बच्चे बहुत अधिक अपना रिश्ता बहुत अच्छी तरह निभाते थे. തങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോയതായിരുന്നു. लेकिन उन्हें एक दिन दोनों को अलग अलग रास्ता देखना पड़ा. രണ്ടുപേർക്കും വെവ്വേറെ വഴികൾ കാണേണ്ടി വന്നു. दोनों को चुनना पड़ा, തിരഞ്ഞെടുക്കേണ്ടി വന്നു. ആ ഒരു അവസ്ഥയിലേക്ക് അവർ രണ്ടുപേരും തിന്നു പിരിഞ്ഞു പോകുന്നതാണ് ഈ ഒരു കഥ. കഹാനി ബീർ ബഹൂട്ടി കഹാനി പ്രഭാത് का लिखा हुआ कहानी है. പ്രഭാത് എഴുതിയ കഥയാണ്. और इसमें कुछ गृहकार्य भी है आप लोगों को देने के लिए, मैं उसे दे दूँगा.
और उसके पहले मैं एक बात बताना चाहता हूँ. അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. हमें इस सेक्शन में भी इसके आप लोग जो सुना है നിങ്ങൾ കേട്ടത് എന്തായിരുന്നാലും ആ കേട്ടതെല്ലാം ध्यान से देखकर, ध्यान से पढ़कर, ध्यान से समझकर उसमें कुछ आप लोगों को कुछ प्रश्न पूछना है तो हमें रात 8 बजे से 9 बजे तक जो सूम सेक्शन है उसमें आना और उसमें आकर आप प्रश्न पूछ सकते हैं. നിങ്ങൾക്ക് അതിൽ വന്നിട്ട് നമ്മളുടെ അടുത്ത് എന്ത് ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. मैं उस समय लाइव में हो जाएगा. ആ സമയത്ത് ഞാൻ ലൈവിലുണ്ടായിരിക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യും, സഹി ഉത്തർ उस समय दे देगा. ठीक है.